ഞാൻ ഇനി അടുത്തത് ഞാനത് ചെയ്തില്ല, അയാളാണ് ചെയ്തത്. ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല. എന്നെ അനുകൂലിച്ച ഒരാൾ വീഡിയോ ഇട്ടതാണ്, ഞാനത് ലൈക്ക് പോലും ചെയ്തില്ല. ഇനി ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ തമ്മിൽ ഗൂഢാലോചന ഉണ്ടെന്ന് പറയും. ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനതിനെ പ്രൊമോട്ട് ചെയ്യുന്നു പറയും. ഞാനതിനെ ലൈക്ക് പോലും ചെയ്തില്ല. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനതിനെ പക്ഷേ ലൈക്ക് പോലും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി എന്ന് പറഞ്ഞ് വീണ്ടും എനിക്കെതിരെ കേസ് വരും. ഒന്ന്, ഇവർ അതിജീവിതയല്ല. രണ്ട്, ആ ചെറുപ്പക്കാരൻ പറഞ്ഞ് അങ്ങ് ശ്രദ്ധിച്ചു കാണുമല്ലോ, രാഹുൽ ഈശ്വർ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് മാത്രമല്ല, രാഹുൽ ഈശ്വറിനോട് ഖേദം പ്രകടിപ്പിക്കുന്നു, രാഹുൽ ഈശ്വറിനോട് മാപ്പ് പറയുന്നു. ആ പയ്യൻ, ആ ചെറുപ്പക്കാരനത് ചെയ്ത് ആ ചെറുപ്പക്കാരന്റെ നന്മയാണ്. എന്നിട്ട് ഈ പെൺകുട്ടിക്കെതിരെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, കുറച്ച് ശക്തമായ ഭാഷയിലാണ്. അത് ഞാൻ പറയുന്നില്ല. ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അത് എന്റെ തലയ്ക്ക് വരും. അതുകൊണ്ട് എന്താ അറിയാം, എനിക്കിത് പറയാനുള്ള ഒരു കാര്യമേ ഉള്ളൂ, എന്തെങ്കിലും ഒരു നീതി ഈ നാട്ടിൽ വേണ്ടേ? നിങ്ങളെല്ലാം പത്രക്കാരോട് ഏറ്റവും ബഹുമാനത്തോടെ ചോദിക്കുകയാണ്, എന്നെങ്കിലും സത്യവും ധർമ്മവും നീതിയും മനസ്സിൽ വിചാരിച്ചല്ലേ നിങ്ങളെല്ലാം ഈ മാധ്യമപ്രവർത്തനത്തിന് വന്നത്? അങ്ങനെ തന്നെ ആക്ടിവിസം ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. എന്തെങ്കിലും നീതി ഈ നാട്ടിൽ വേണ്ടേ? നാളെ ഏതെങ്കിലും രീതിയിൽ ഒരു വിമർശനം ഉന്നയിച്ചാൽ ഉടനെ അധിക്ഷേപിച്ചു എന്ന് പറഞ്ഞും ലൈംഗിക സെക്ഷലി കളേർഡ് റിമാർക്കണം എന്ന് അധിക്ഷേപിക്കുക എന്ത് ഉദ്ദേശമാണ്? അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ഈ വസ്തുതകൾ ശ്രദ്ധിക്കണം. ഞാനിപ്പോ നേരെ പോലീസിന് പരാതി കൊടുക്കുകയാണ്. ലീഗലി വെറ്റഡ് പരാതിയാണ്. നമ്മുടെ ഇവിടത്തെ അഡ്വക്കേറ്റ് ഹൈക്കോടതിയിലെ സുപ്രീം കോടതിയിലെ അഡ്വക്കേറ്റ് വെറ്റ് ചെയ്തു. 11:30 പ്രസ് മീറ്റ് ഉണ്ട്. ആ പ്രസ് മീറ്റിൽ ഇതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു കോപ്പിയും തരും. ഒറ്റ റിക്വസ്റ്റേ ഉള്ളൂ, ഈ കള്ളപ്പരാതി കൊടുക്കുന്ന പ്രവണത നമുക്ക് അവസാനിപ്പിക്കണം.